നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം വധക്കേസ് സിബിഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി ചൊവ്വാഴ്ച പയ്യന്നൂരിൽ നടത്തുന്ന ഹർത്താലിനോടനുബന്ധിച്ച് വാഹനങ്ങളെ തടയുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ബസ് ഉടമകൾ. സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും ഉടമകൾ. മതേതര കേരളം, അക്രമരഹിത കേരളം, ലഹരി വിമുക്ത കേരളം, വികസിത കേരളം മുദ്രാവാക്യമുയർത്തി കെപിസിസി പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് ചൊവ്വാഴ്ച തുടക്കം. യാത്ര ബുധനാഴ്ച ജില്ലയിലെത്തും. ജില്ലയിൽ 11 സ്വീകരണ കേന്ദ്രങ്ങൾ. ഓട്ടോറിക്ഷയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വായാട് തിരുവട്ടൂർ സയ്യിദ് മദനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് തളിപ്പറമ്പ് ഡിവൈഎസ്പിക്ക് പരാതി. നിവേദനം നൽകിയത് തപസ്യ സ്വയം സഹായ സംഘം. ബംഗാളിൽ പാർട്ടി പിന്നോക്കം പോയതും കേരളത്തിൽ മുന്നോക്കം പോവാത്തതും ഗൌരവമായി ചർച്ച ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ. വിശദമായ വാർത്തകളിലേക്ക്. ബംഗാളിൽ പാർട്ടി പിന്നോക്കം പോയതും കേരളത്തിൽ മുന്നോക്കം പോകാത്തതും ഗൌരവമായി ചർച്ച ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ. തളിപ്പറമ്പ് 7-ാം മൈലിൽ സൌത്ത് ലോക്കൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സംബന്ധിച്ച് നല്ല ധാരണ പാർട്ടി കേഡർമാർക്കും സ്റ്റാഫുകൾക്കും ഉണ്ടാവും. യാതൊരു സംശയവുമല്ല, കഴിഞ്ഞ 10-25 കൊല്ലക്കാലം പാർട്ടി കേരളത്തിലായാലും ബംഗാളിലായാലും മറ്റിതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ മുന്നേറിയിട്ടില്ല. കേരളത്തിൽ പിന്നോക്കം പോയിട്ടില്ല, ബംഗാളിൽ പിന്നോക്കം പോയി. എന്തുകൊണ്ട് ബംഗാളിൽ പിന്നോക്കം പോയി, കേരളത്തിൽ എന്തുകൊണ്ട് മുന്നോട്ടും വരാനാവുന്നില്ല എന്ന കാര്യം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം. കേരളം, ബംഗാൾ, ത്രിപുര എന്ന രീതിയിൽ 3 സംസ്ഥാനം ശക്തി കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് എല്ലാ കാലത്തും ഇതേപോലെ ഈ ശക്തി കേന്ദ്രം നിലനിർത്താനാവുമെന്ന തെറ്റിദ്ധാരണ പാടില്ല. കാരണം സ്വാധീനമില്ലാത്ത മേഖലയിൽ കൂടി പാർട്ടി സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെയും ബംഗാളിന്റെയും ത്രിപുരയുടെയും പുറത്ത് പാർട്ടി സ്വാധീനമില്ലാത്ത മേഖലയിൽ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ ഹിന്ദി മേഖല ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനം നേടാനാവാത്ത കേന്ദ്രങ്ങൾ പാർട്ടി സ്വാധീന മേഖലയാക്കിക്കൊണ്ടല്ലാതെ ഈ ശക്തി കേന്ദ്രങ്ങളെ നിലനിർത്താനാവില്ല എന്ന് ആവർത്തിച്ച് 2-3 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ 5-10 വർഷക്കാലത്തിനിടയിൽ പാർട്ടി സംഘ കമ്മിറ്റിയും പാർട്ടി കോൺഗ്രസും കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടുള്ളതാണ്. KP രാഘവ പൊതുവാൾ നഗറിൽ നടന്ന ലോക്കൽ പ്രതിനിധി സമ്മേളനം M പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. CH കുഞ്ഞിരാമൻ മാസ്റ്റർ നഗറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി T ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KM ചന്ദ്രബാബു, K ബാലകൃഷ്ണൻ, വാടി രവി, K ദാമോദരൻ, K മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ബഹുജന വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനത്തിനു ശേഷം വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പയ്യന്നൂരിൽ ചൊവ്വാഴ്ച നടത്താൻ തീരുമാനിച്ച ഹർത്താലിൽ വാഹനങ്ങളെ തടയുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ബസ് ഉടമകൾ. മുൻകൂട്ടി ടാക്സ് അടച്ച് സർവീസ് നടത്തുന്ന വാഹനങ്ങളെ ഒഴിവാക്കി വേണം ഹർത്താൽ നടത്താനെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VJ സെബാസ്റ്റ്യൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓടുന്ന ബസ്സുകൾക്ക് സംരക്ഷണം നൽകാൻ പോലീസ് തയ്യാറാകണം. അല്ലാത്തപക്ഷം ബസ് തടയുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. മുനിസിപ്പാലിറ്റിയിൽ ഒരു ഹർത്താൽ വെച്ചിട്ടുണ്ട്. വാഹനം ഓടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് കാരണമായി പറയുന്നത് ഹക്കീമോ അല്ലേ, ഹക്കീം കൊലപാതക കേസിൽ പോലീസിൻ്റെ നിർജീവിത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അന്വേഷണം ഊർജിതപ്പെടുത്താൻ വേണ്ടിയിട്ട് കന്യാകുമാരി മുതൽ തിരുവനന്തപുരം മുതൽ പാറശാല വരെയുള്ള അങ്ങ് കാസർഗോഡ് മംഗലാപുരം പോലുള്ള ആളുകളെല്ലാം തടഞ്ഞു വെച്ചിട്ട് ജനങ്ങളെ ബന്ദികളാക്കിയിട്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു മുനിസിപ്പാലിറ്റി ആഹ്വാനം ചെയ്താൽ അത് ശരിയല്ല. ഞങ്ങൾ ബസ്സുടമകൾ അത് അംഗീകരിക്കാൻ തയ്യാറുമില്ല. അതുകൊണ്ട് ഈ സമരത്തിന് ആഹ്വാനം ചെയ്ത അതിൻ്റെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വാഹനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഏത് തരത്തിലുള്ള ഹർത്താലുകളും നടത്തിയാൽ മതി, വാഹനങ്ങളെ ഒഴിവാക്കി തരണം എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെ ഞങ്ങൾ അതിനോടൊപ്പം നടത്തുന്നുണ്ട്. അതല്ലെന്നൊരിക്കൽ എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് അതിന് നഷ്ടമോ ബുദ്ധിമുട്ടുകളോ വാഹനം തടയുകയോ ചെയ്താൽ അതിന് പോലീസ് സംരക്ഷണം നൽകണം എന്ന് കളക്ടറോടും
ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പയ്യന്നൂർ പെരുമ്പ പാലം മുതൽ 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ദേശീയപാത കടന്നുപോകുന്നത്. ചെറിയൊരു ഭാഗത്ത് നടക്കുന്ന സമരത്തിനായി പാറശാല മുതൽ ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ തടയുന്നത് ശരിയല്ല. അനീതിക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തവർ കൂട്ടുനിൽക്കരുത്, ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മതേതര കേരളം, അക്രമരഹിത കേരളം, ലഹരി വിമുക്ത കേരളം, വികസിത കേരളം മുദ്രാവാക്യമുയർത്തി KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാവും. ജില്ലയിൽ 11 സ്വീകരണ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്ര 5-ന് കണ്ണൂരിലെത്തും. 11 കേന്ദ്രങ്ങളിലാണ് ജനപക്ഷയാത്രയ്ക്ക് സ്വീകരണം. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ, UDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്നിവ വിശദീകരിക്കുക, ജനാധിപത്യ മതേതര ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ജനങ്ങളുടെ സാമൂഹിക ജീവിതം മെച്ചപ്പെട്ടതാക്കുക, സമാധാന ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും സമൂഹത്തിന്റെ നാശത്തിന് ഇടവരുത്തുന്ന ലഹരിക്കുമെതിരെ ജനമനസാക്ഷിയെ ഉണർത്തുക എന്നിവ ജനപക്ഷയാത്രയുടെ ലക്ഷ്യങ്ങളാണ്. ശ്രീ VM സുധീരന്റെ ജനപക്ഷയാത്ര 5, 6, 7 തീയതികളിൽ കണ്ണൂരിലാണ്. കണ്ണൂർ ജില്ലയിലെ 11 കേന്ദ്രങ്ങളിലാണ് സ്വീകരണ പരിപാടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അസംബ്ലി നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് സ്വീകരണ പരിപാടി ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹം പയ്യന്നൂരിൽ എത്തിച്ചേരും. അത് കഴിഞ്ഞ് 7-ാം തീയതി രാവിലെ 9 മണിക്ക് കണ്ണൂർ ജില്ലയിലെ വ്യക്തിത്വങ്ങളെ, ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയവർ, 100 വയസ്സ് തികഞ്ഞിരിക്കുന്ന രാമന്തളിയിലെ സ്വാതന്ത്ര്യ സമര സേനാനി ബഹുമാന്യനായ കോരം മാസ്റ്റർ മുതൽ 13 വയസ്സിൽ പുഴയിൽ മുങ്ങിച്ചാകുന്ന 24-കാരനായ ഒരാളെ രക്ഷിച്ച അർഷദ് വരെയുള്ള ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് രാവിലെ 9 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ അവരുടെ കൂടെ പ്രഭാത ഭക്ഷണം. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും ഉതകുന്ന ശക്തമായ സന്ദേശമാണ് ജനപക്ഷയാത്രയിലൂടെ KPCC പ്രസിഡന്റ് VM സുധീരൻ നൽകുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം, കീടനാശിനി വിമുക്തമായ പച്ചക്കറി കൃഷി, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിനെതിരായ പ്രചാരണം, സാന്ത്വന പരിചരണം, പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും KPCC പ്രസിഡന്റ് ഏറ്റെടുക്കുകയാണ്. ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രം പയ്യന്നൂരാണ്. 5-ന് വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂരിൽ ജനപക്ഷയാത്ര എത്തും. 5 മണിക്ക് തളിപ്പറമ്പ്, 6 മണിക്ക് പഴയങ്ങാടി എന്നിവിടങ്ങളിൽ സ്വീകരണം. 6-ന് 11 മണിക്ക് അഴീക്കോടും, 3 മണിക്ക് ചക്കരക്കല്ലും, 4 മണിക്ക് തലശ്ശേരിയിലും, 5 മണിക്ക് കണ്ണൂരിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും. 7-ന് 11 മണിക്ക് ശ്രീകണ്ഠപുരം, 3 മണിക്ക് ഇരിട്ടി, 4 മണിക്ക് മട്ടന്നൂർ, 5 മണിക്ക് കൂത്തുപറമ്പ് എന്നിവിടങ്ങളിൽ സ്വീകരണം. വാർത്താസമ്മേളനത്തിൽ DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, മുണ്ടേരി ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. NC ശേഖർ പുരസ്കാരം പ്രായം കൊണ്ട് 1 നൂറ്റാണ്ടിലെത്തിയ പ്രമുഖ കമ്മ്യൂണിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ K മാധവന്. സ്വാതന്ത്ര്യ സമര നേതാവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും വിപ്ലവകാരിയുമായ NC ശേഖറിന്റെ പേരിൽ ശേഖർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 9ാമത്തെ പുരസ്കാരമാണ് ഇത്. ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പാവപ്പെട്ടവർക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് അത്യുത്തര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ K മാധവന്റേത്. 14-ാം വയസ്സിൽ ഗാന്ധിജിയുടെ പടം കൈയിലേന്തി തുടങ്ങിയതാണ് ആ രാഷ്ട്രീയ യാത്ര. P കൃഷ്ണപിള്ളയുടെ പ്രേരണയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം മാറുന്നത്. അന്നുമുതൽ ചാഞ്ചല്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം. കാലം ഒട്ടും തളർത്തിയിട്ടില്ല. പഴയ കാസർഗോഡ് താലൂക്കിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്ര പാഠങ്ങളിൽ സ്വന്തം പാദമുദ്ര രേഖപ്പെടുത്തിയ ഒരു വലിയ മനുഷ്യനാണ് K മാധവൻ. ഉള്ളു തുറന്നുവെച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചിന്തയും ജ്ഞാനതൃഷ്ണയും വിപ്ലവകാരിയുടെ സമരോത്സുകതയും ഇടകലർന്ന മഹത്തരവും ക്ലേശപൂർണവുമായ ജീവിതത്തിന്റെ പേരാണ് K മാധവൻ. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തലമുതിർന്ന ഇപ്പോൾ അവശേഷിക്കുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മാധവൻ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രധാനപ്പെട്ട നേതാവായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലാകെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സഖാവ് K മാധവൻ.
അതുകൊണ്ട് ഇപ്രാവശ്യം 9ാമത്തെ പുരസ്കാരം 2014 NC ശേഖർ പുരസ്കാരം മാധവേട്ടന് നൽകണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. ഒരു ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മകൾ എന്ന കെ മാധവേട്ടന്റെ ആത്മകഥ ത്യാഗഭരിതമായ ഒരു മഹാകാലത്തിന്റെ വിവരണമാണ്. അത് ഒരു ചരിത്രമാണ്, സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ചരിത്രം. ഇതിന്റെ അംഗീകാരമായാണ് 2014 NC ശേഖർ പുരസ്കാരം നൽകി കെ മാധവനെ ആദരിക്കുന്നത്. പുരസ്കാര സമിതി ചെയർമാൻ MV ഗോവിന്ദൻ, കൺവീനർ VPP മുസ്തഫ, N പ്രഭാവർമ്മ, ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഇടയത്ത് രവി എന്നിവരാണ് അവാർഡ് നിർണയ സമിതി അംഗങ്ങൾ. NCയുടെ 29ാമത് ചരമവാർഷികാചരണത്തോടനുബന്ധിച്ച് ഡിസംബർ 3-ാം തീയതി കയ്യൂരിൽ നടക്കുന്ന യോഗത്തിൽ വെച്ച് പുരസ്കാരം നൽകും. 20,000 രൂപയും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. MV ഗോവിന്ദൻ, ഇടയത്ത് രവി, VPP മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗാന്ധിയൻ ദർശനങ്ങളുടെ വർത്തമാനകാല പ്രസക്തി വിഷയത്തിൽ കണ്ണൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ ഗാന്ധി മെമ്മോറിയൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സംവാദം സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ സർവോദയ സംഘം ഭാരവാഹികളായ മഹാദേവ് വിദ്രോഹി, TRN പ്രഭു എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. സൊസൈറ്റി പ്രസിഡന്റ് KPA റഹീം അധ്യക്ഷത വഹിച്ചു. PP പൊതുവാൾ, പ്രൊഫസർ M മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ചേലേരി UP സ്കൂളിന് സമീപം വീടിന് തീപിടിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന K സന്തോഷിന്റെ വീടിനാണ് തീപിടിച്ചത്. സംഭവത്തിൽ വീട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു. പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് വീടിനകത്ത് നിന്ന് പുക ഉയരുന്നത് ബന്ധുക്കളെ വിവരമറിയിച്ചത്. സന്തോഷ് അവധിക്ക് വന്നാൽ മാത്രം താമസിക്കുന്ന വീടാണ് അഗ്നിക്കിരയായത്. അടുക്കള ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ തുടങ്ങിയ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സന്തോഷിന്റെ ഭാര്യ രേഷ്മയുടെ പരാതി പ്രകാരം മയ്യിൽ പോലീസ് സ്ഥലത്തെത്തി വിദഗ്ധ പരിശോധകരെ വിവരമറിയിക്കുകയായിരുന്നു. ആസൂത്രിതമായ തീവെപ്പാണ് വീടിനു നേരെ നടന്നതെന്ന് സന്തോഷിന്റെ സഹോദരൻ ജനാർദ്ദനൻ പറഞ്ഞു. ഇത് ചേലേരി സ്കൂളിന് പിൻവശം 3 റോസ് എന്ന വീട്ടിൽ എൻ്റെ അനുജന്റെ വീടാണ്. ഇവിടെ ഇന്നലെ രാത്രി ആരോ തീയിട്ട് അടുക്കള സാധനങ്ങളും ഫർണിച്ചർ, സോഫ മുതല ഡൈനിങ് ടേബിൾ മുതല നശിച്ചിട്ടുണ്ട്. ഇത് രാവിലെ നടക്കാൻ പോകുന്നവരാണ് കണ്ടത്. ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ നഷ്ടം. പോലീസിന്റെ നേതൃത്വത്തിൽ വീട് പൂട്ടി കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. ഓട്ടോറിക്ഷയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട വായാട് തിരുവട്ടൂർ സ്വദേശി സയ്യിദ് മദനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അതിനാൽ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നതിനും തളിപ്പറമ്പ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി. തിരുവട്ടൂർ തപസ്യ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. താമസ സ്ഥലത്തിന് സമീപം ഓട്ടോയുടെ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് ഉടൻ മറനീക്കി പുറത്തു കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു മരണത്തിൽ വല്ലാത്തൊരു ദുരൂഹതയുണ്ട് ആ കാണുന്ന കാഴ്ചയിലൊക്കെ. അപ്പോൾ അത് അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാലും അതിനെ ഒന്ന് ത്വരിതപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങളെല്ലാവരും തപസ്യ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തകരാണ്. അപ്പോൾ ആ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ നമ്മുടെ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. പിന്നെ ആളെ സംബന്ധിച്ച് വലിയൊരു പേരുദോഷമൊന്നും ഉള്ള ഒരു പയ്യനല്ല, ഒരു നല്ലൊരു പയ്യനാണ്. പക്ഷെ അത് എങ്ങനെ ആ മരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാർക്കും നാട്ടിൽ മൊത്തത്തിൽ ആ മരണത്തെ ഒരു വല്ലാത്തൊരു ഭീതിയോടെ കാണുന്നുണ്ട് ജനങ്ങൾക്ക്. പലരും പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ആയിപ്പോയാൽ ഇനി നാളെ ഞങ്ങൾക്ക് ഇവിടെ നടക്കേണ്ടതല്ലേ എന്നല്ല. അപ്പം അതിനകത്ത് എന്തോ ഒരു പേടി അതിനകത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ അന്വേഷണം ഒന്നുകൂടെ ഒന്ന് ത്വരിതപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്താണെന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. സത്യാവസ്ഥ ഒന്ന് എത്രയും പെട്ടെന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ ആവശ്യമായി ഒന്ന് സ്പീഡാക്കണം എന്ന് ഡിവൈഎസ്പിയും അതുപോലെ സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളെല്ലാവരും സംഘത്തിന്റെ പ്രവർത്തകരാണ്. സയ്യിദ് മദനിയുടെ മരണത്തിനു ശേഷം വായാട് തിരുവട്ടൂർ മേഖലയാകെ ഭീതിയിലാണ്. ഇതിനെ തുടർന്നാണ് സയ്യിദ് മദനി ഭാരവാഹിയായിരുന്ന തപസ്യ സ്വയം സഹായ സംഘം പ്രവർത്തകർ പരാതി നൽകാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ആശ്രയിക്കുന്ന പരമ്പരാഗത തൊഴിൽ മേഖലയാണ് കയർ. ഇതിൽ തന്നെ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഈ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സർക്കാരിന്റെ ഇടപെടൽ മൂലം ഇവരുടെ ഇന്നത്തെ സ്ഥിതിയിൽ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും തൊണ്ടിന്റെ അഭാവവും വിപണി വിലയുടെ കുറവും ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുവരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഉൾപ്പെടുന്ന കണ്ണൂർ പ്രൊജക്ട് ഈ വർഷത്തെ കയർ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും നവംബർ 5 കയർ ദിനമായി നടത്തപ്പെടുന്നത്. തിരുവനന്തപുരത്ത് 5-ാം തീയതി മുഖ്യമന്ത്രിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കണ്ണൂരിൽ 9:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയോടുകൂടിയാണ്
ഈ പരിപാടി ആരംഭിക്കുന്നത്. മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള പങ്കെടുക്കും. അധ്യക്ഷത വഹിക്കുന്നത് കണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി റോഷ്നി കാൽദവറിലാണ്. കണ്ണൂർ പ്രൊജക്ട് പരിധിയിൽ 30 സഹകരണ സംഘങ്ങളും 15 സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലുമായി 1000-ലധികം പേർ ഈ പ്രൊജക്ട് പരിധിയിൽ തൊഴിലെടുക്കുന്നുണ്ട്. സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വരുമാനം താങ്ങൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ മൂലം തൊഴിലാളികൾക്ക് ഇപ്പോൾ മാന്യമായ വേതനം ലഭിക്കുന്നുണ്ട്. ഈ വർഷത്തെ കണ്ണൂർ പ്രൊജക്ട് തല കയർ ദിനാഘോഷം 5-ന് 10:30-ന് കണ്ണൂർ ജില്ലാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ AP അബ്ദുള്ളക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. ശിങ്കാരിമേളം, മുത്തുക്കുട, ടാബ്ലോ എന്നിവയുടെ അകമ്പടിയോടെ നടത്തുന്ന ഘോഷയാത്ര കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് രാവിലെ 9:30-ന് ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ കണ്ടോത്തു ഗോപി, CP മുസ്തഫ, KN പീതാംബരൻ, TV ജോൺ, K ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാട്ടുപന്നിയുടെ കുത്തേറ്റു മരിച്ച കർഷകൻ ഇടക്കര സാബുവിന് കണ്ണീരിൽ യാത്രാമൊഴി. 100കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഞായറാഴ്ച രാവിലെയാണ് പാത്തൻപാറ നരയൻകല്ലിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് സാബു മരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വീട്ടിലെത്തിച്ചത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സാബു. സാബുവിന്റെ വിയോഗം നാടിനെ കണ്ണീരിലാഴ്ത്തി. പാത്തൻപാറയിലെ സാബുവിന്റെ മരണം വളരെയേറെ ദൗർഭാഗ്യകരമാണ്. നമ്മുടെ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുമ്പോൾ ഈ കാട്ടുമൃഗങ്ങളെ നശിപ്പിക്കുന്നതിനാവശ്യമായ നിയമം ഇവിടെ നടപ്പിലാക്കണം. നമ്മുടെ വന മേഖലയുടെ അതിര് ഫെൻസിങ് തയ്യാറാക്കണം. പലപ്പോഴും ഗവൺമെൻറ് ഫെൻസിങ്ങിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പ്രവൃത്തിയിലുണ്ടാവുന്നില്ല എന്നുള്ളത് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ മരണം ആകസ്മികമല്ല. ഇതുപോലെ ധാരാളം പ്രദേശത്ത് അത്തരം നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സാബുവിന്റെ കുടുംബത്തിന് ഉടൻ സഹായമെത്തിക്കണമെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കലും ഫാദർ ജോസഫ് കാവനാടിയും ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കണമെന്ന് പല പ്രാവശ്യമായി ആവശ്യപ്പെടുന്നുവെങ്കിലും ആ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖസത്യം അവശേഷിക്കുകയാണ്. ഈ അവസരത്തിൽ കാട്ടുപന്നിയുടെ ശല്യം മൂലം മരണമടയേണ്ടി വന്ന ഈ സാബുവിൻ്റെ പാവപ്പെട്ട കുടുംബത്തിന് ഗവൺമെൻറ് അടിയന്തരമായിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നും വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നുള്ള ഈ ഉത്തരവത്തിൽ നിന്ന് ഇനിയും കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുവാൻ പാടില്ല എന്നും ഞങ്ങൾ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. സാബുവിന് മാതൃകാ കർഷകനുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സാബുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ MLA-മാരായ ജെയിംസ് മാത്യു, TV രാജേഷ് തുടങ്ങിയവർ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. കാട്ടുപന്നി ശല്യത്തിൽ നടുവിൽ പാത്തൻപാറ നിവാസികൾ ജീവൻ പണയം വെച്ച് കഴിയുകയാണ്. വന്യമൃഗശല്യത്താൽ കൃഷിയിറക്കാനാകാതെ പ്രദേശം കാടുകയറി നശിക്കുകയുമാണ്. വീട്ടുമുറ്റത്തുപോലും ഒന്നും നടാനാവാത്ത സ്ഥിതിയാണ്. പന്നികൾ എല്ലാം നശിപ്പിക്കുകയാണ്. കപ്പ, ചേമ്പ് തുടങ്ങിയവയടക്കം എല്ലാം നശിപ്പിക്കപ്പെടുന്നു. കൃഷിയാണ് ഇവരുടെ അന്നം. ഉള്ള വിളകൾക്ക് രോഗബാധയും വിപണിയില്ലാത്ത സ്ഥിതിയും. അതിന്റെ കൂടിയാണ് അടുക്കളത്തോട്ടം കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കർഷകനെ കാട്ടുപന്നി കുത്തിക്കൊല്ലുകൂടി ചെയ്തതോടെ പ്രദേശത്തുകാർക്ക് പുറത്തിറങ്ങാൻ ഭീതിയാണ്. വന്യമൃഗശല്യം തടയാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടോമി പറഞ്ഞു. നാട്ടുകാർക്ക് പേടിച്ച് ഭയത്തോടെ അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെത്തിയിരിക്കുകയാണ്. പുല്ലിയെത്താൻ പോകുന്ന ആളുകളെ പന്നി ആക്രമിക്കുന്നു. വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ ഭയമായി ചേർത്തിരിക്കുകയാണ്. ഗവൺമെൻറ് ഇതിനകത്ത് അടിയന്തരമായി ഇടപെട്ട് ഈ മരിച്ച ഈ സാധു കർഷകൻ്റെ കുടുംബത്തിന് അത് 2-3 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികളാണ്. അവർക്ക് ആവശ്യമായ പഠിത്തത്തിന് ആവശ്യമായ കാര്യങ്ങളും ആ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരവും ഗവൺമെൻറ് നൽകണം. അതല്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭവുമായി മുമ്പോട്ട് പോകുന്നതാണ്. ഇതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. വനംവകുപ്പിന്റെ 1 ഇഞ്ച് ഭൂമി പോലും കർഷകർക്ക് വേണ്ടെന്നും എന്നാൽ കർഷകന്റെ ഭൂമിക്ക് സർക്കാർ സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. പാത്തൻപാറ, നരയൻകല്ല് തട്ട്, മഞ്ഞപ്പുല്ല് അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ സദാ പ്രാണഭയത്തോടെയാണ് പുറത്തിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, നടുവിൽ.
തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ ചരിത്രരേഖകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. പുരാവസ്തു വകുപ്പിന്റെ ചരിത്രരേഖാ പ്രദർശനം ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രരേഖകൾ, പത്രങ്ങൾ, താളിയോലയിൽ എഴുതപ്പെട്ട ഉടമ്പടികൾ എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 1938 കാലഘട്ടങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രകാശം ആഴ്ചപത്രം, കേസരി, മലയാളി, കേരള സേവകൻ, ഭാരതപത്രിക, കലാകൗമുദി തുടങ്ങിയ നിരവധി പത്രങ്ങൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഉടമ്പടിയുടെ വട്ടെഴുത്ത്, AD 1848 തിരുവിതാംകൂർ പഞ്ചാംഗം, 1943 വൈക്കം മുഹമ്മദ് ബഷീറിനെ ജയിൽ മോചിതനാക്കിയത് സംബന്ധിച്ചുള്ള രേഖ, 1940 പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ബുള്ളറ്റിൻ തുടങ്ങിയവ പ്രദർശനം കാണാനെത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നു. ചിത്രമൊക്കെ ഒരു അഭിമാനം തോന്നുന്നു. മലയാളി എന്നുള്ള രീതിയിൽ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രേഖകളാണ്. അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള രേഖകളൊക്കെ കാണാൻ സാധിച്ചത്. മനസ്സിലാക്കിയ പഴയ ചരിത്ര രേഖകളാണ് പ്രധാനമായിട്ട് രാജാക്കന്മാരുടെ കയ്യൊപ്പിട്ട ഒരുപാട് ചരിത്ര രേഖകൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പഴയ പത്രങ്ങൾ നമുക്ക് 9ാം സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കാനുണ്ട്. സ്വദേശാഭിമാനിൻ്റെ ഒരു പാഠം തന്നെ പഠിക്കാനുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ച് നമുക്ക് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പഴയ കാലത്തെ പത്രങ്ങൾ. കേരള പിറവി ദിനത്തിൽ ആരംഭിച്ച ചരിത്രരേഖാ പ്രദർശനം വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള നാടൻ കലാ അക്കാദമിയും സംസ്ഥാന പുരാരേഖ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചരിത്രരേഖാ പ്രദർശനം ശ്രദ്ധേയമാവുന്നു. വിവിധ പ്രദേശങ്ങളിലായി നടന്നുവരുന്ന പ്രദർശനം ബുധനാഴ്ച കണ്ണൂരിൽ സമാപിക്കും. അതാണ് പുസ്തക അനുഭവങ്ങളിലേക്ക് നമ്മുടെ കാലിൽ ഉറച്ചു വയ്ക്കാൻ നമ്മൾ പ്രാപ്തമാണ്. അതുകൊണ്ട് ഈ ചരിത്രരേഖാ പ്രദർശനം എന്നത് ഒരുപാട് പ്രദർശനങ്ങൾ നടക്കുന്ന ഒരു പ്രദർശനം എന്ന നിലയ്ക്ക് കാണാതെ തീർച്ചയായിട്ടും ഇതിനെ കാണണം. ഫോക്ലോർ അക്കാദമിയും തളിപ്പറമ്പ് നഗരസഭയും സംയുക്തമായാണ് പ്രദർശനം ഒരുക്കിയത്. ഇതോടനുബന്ധിച്ച് നഗരസഭയുടെ ശ്രേഷ്ഠ ഭാഷാചരണത്തിനും തുടക്കമായി. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സപ്ലിമെന്റ് ബോധേശ്വരൻ രചിച്ച് ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം, തളിപ്പറമ്പിന്റെ സ്ഥലനാമ ചരിത്രങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ റംല ബക്കർ അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M. പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KV അജയകുമാർ, PV ബാബുരാജ്, അള്ളാംകുളം മെഹമ്മൂദ്, PT ഉഷ, AV സീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ സമര പ്രഖ്യാപന വിളംബര ജാഥയ്ക്ക് LIC തളിപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജാഥ ലീഡർ ദേശീയ ജനറൽ സെക്രട്ടറി K. രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. LICക്ക് ഒത്തിരി പരസ്യ മേഖലകളുണ്ടെങ്കിലും LICയുടെ യഥാർത്ഥ ബ്രാൻഡ് അംബാസിഡർമാർ LIC ഏജൻസാണ്. ഗ്രാമാന്തരങ്ങളിൽ വാനമ്പാടികളെ പോലെ ഈ സ്ഥാപനത്തെക്കുറിച്ച് പാടി പുകഴ്ത്തി ഈ സ്ഥാപനത്തിലേക്ക് കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും സമാഹരിച്ചു കൊടുക്കുകയും ഇന്ന് LIC ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളുടെ പട്ടികയിലേക്ക് വരികയും അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റിലായാലും മാർക്കറ്റിംഗിന്റെ കാര്യത്തിലും ക്ലൈം സെറ്റിൽമെന്റിന്റെ കാര്യത്തിലും എല്ലാ സർവ കാര്യങ്ങളിലും ഏറ്റവും നമ്പർ 1 LIC എന്ന് നിലനിൽക്കുന്നത് ഈ LIC ഏജൻസിന്റെ അക്ഷീണ പ്രയത്നം കൊണ്ടാണ്. ബാലകൃഷ്ണൻ പാലയാടൻ അധ്യക്ഷത വഹിച്ചു. A. ഗംഗാധരൻ, കൂക്കൽ ബാലകൃഷ്ണൻ, രാമദാസ്, ബൈജു, MK മോഹനൻ, P. രാഘവൻ, KV ബാലഗോപാലൻ, KK ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ജെമിനി ശങ്കരൻ ഉൾപ്പെടെയുള്ള സർക്കസ് കുലപതികളെ ആദരിച്ചു. സർക്കസ് ലവേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജംബോ സർക്കസ് ക്യാമ്പിൽ സംഘടിപ്പിച്ച പരിപാടി കണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ ചാലോട്, ഹരിദാസ്, PC വിജയരാജൻ,
പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ എൻ ബാബു എന്നിവർ സംസാരിച്ചു. ചക്യത്ത് ലക്ഷ്മണൻ, പ്രീതി മോഹൻ, വിശ്വനാഥൻ നായർ, പൂജശ്രീ വാസ്തവ, ഇന്ദ്ര നാഗർകോവിൽ, മിസ്മോന, ഉത്തംദാസ് എന്നീ കലാകാരന്മാരെയാണ് ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശ്രീനാരായണ ഗുരുവിന്റെ മഹത് ജീവിതം അരങ്ങിലെത്തുന്നു. കണ്ണൂർ സംഘചേതനയുടെ 12ാമത് നാടകം ശ്രീനാരായണ ഗുരു നാടകത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ ജില്ലാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പിരിപ്പൻകോട് മുരളിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ദൈവദശകത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് ശ്രീനാരായണ ഗുരു അരങ്ങിലെത്തുന്നത്. നാരായണ ഗുരുവിന്റെ ജീവിത കഥ പറയുകയാണ് നാടകം. കേരളീയ ജീവിതത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ നിന്നും നവോത്ഥാനത്തിന്റെ ഉണർവിലേക്കുള്ള യാത്രയാണ് നാടകം ആവിഷ്കരിക്കുന്നത്. മലയാളിയെ മനുഷ്യത്വത്തിന്റെ ആകാശങ്ങളിലേക്ക് ഉയർത്തിയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ് ശ്രീനാരായണ ഗുരു ദൃശ്യവൽക്കരിക്കുന്നത്. മഹാത്മാഗാന്ധി, ടാഗോർ, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ മഹാന്മാർ നാടകത്തിൽ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ, സർവമത സമ്മേളനം, കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ, മുരുക്കുംപുഴയിലെ വാഗ്പ്രതിഷ്ഠ തുടങ്ങിയ ചരിത്ര മുഹൂർത്തങ്ങൾ നാടകത്തിന്റെ സൗന്ദര്യമാണ്. അധസ്ഥിതർക്കും സാധാരണ മനുഷ്യർക്കുമിടയിൽ ശ്രീനാരായണ ഗുരുവിന്റെ സ്നേഹം നിറഞ്ഞ ഇടപെടലുകൾ നാടകത്തിലെ വൈകാരിക മുഹൂർത്തങ്ങളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വ്യക്തിജീവിതത്തിലെ സംഘർഷങ്ങളും കാലവും അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിന് കണ്ണൂരിൽ വെച്ചതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇതിനു മുമ്പിൽ അതിന്റെ അവതരണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഔപചാരികമായ ഉദ്ഘാടനം എന്ന് പറയുന്നത്. പെരുപ്പങ്കോട് മുരളിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 87-ലാണ് സംഘചേതന ആരംഭിച്ചത്. നിങ്ങൾക്കറിയാം, 21ാമത് നാടകമാണിത്. വളരെ പ്രസിദ്ധമായ സഖാവ്, പഴശ്ശിരാജ, ചരിത്രം അവസാനിക്കുന്നില്ല, സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ, ചെറുവേര തുടങ്ങിയ ശ്രദ്ധേയമായ നാടകങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതമാണ് ഈ നാടകം. അദ്ദേഹത്തിന്റെ ജീവിതവും ആ കാലവും ഒക്കെയാണ് നാടകത്തിലൂടെ ഞങ്ങൾ വിശദീകരിക്കുന്നത്. നാടകത്തിന്റെ രചന നിർവഹിച്ചത് സുരേഷ് ബാബു ശ്രീസ്തയാണ്. സംവിധാനം മലയാളത്തിലെ ശ്രദ്ധേയരായ സംവിധായകരിൽ ഒരാളായ 3-4 പ്രാവശ്യം പ്രൊഫഷണൽ നാടക സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ മനോജ് നാരായണനാണ് സംവിധാനം നിർവഹിക്കുന്നത്. പ്രശസ്ത നാടകകൃത്ത് സുരേഷ് ബാബു ശ്രീസ്തയാണ് നാടകരചന നിർവഹിച്ചത്. മനോജ് നാരായണൻ സംവിധാനവും ഗാനരചന കവിത കരിവെള്ളൂർ മുരളി, സംഗീത സംവിധാനം ഉദയകുമാർ അഞ്ചൽ, രംഗപടം വിജയൻ കടമ്പേരി, ചമയം വേഷാലങ്കാരം OK കുറ്റിക്കോൽ, O മോഹനൻ എന്നിവരും നിർവഹിക്കുന്നു. ജോസ് സാഗർ, ശുഭ, CJ കുട്ടപ്പൻ എന്നിവർ പാടുന്നു. പ്രശസ്ത നടൻ മധു ബേടകം ശ്രീനാരായണ ഗുരുവായി വേഷമിടുന്നു. ഹരിദാസ് ചെറുകുന്ന്, രാമകൃഷ്ണൻ മണിയറ, നജീബ് പഴയങ്ങാടി, ജയരാജ് കൃഷ്ണൻ, O മോഹനൻ, സുനിൽ പാപ്പിനിശ്ശേരി, ബാലകൃഷ്ണൻ ചുഴലി, ബിജു കരിക്കൻകുളം, സുനീഷ് വടക്കുംപാടൻ, വിശ്വൻ മുണ്ടേരി, സുജാത മേലടുക്കം, ഹണിശ്രീ മാധവൻ, ഗോപൻ, റോബർട്ട് ലിയോ, ബാബു എന്നിവർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നു. ദൈവദശകത്തിലെയും ആത്മോപദേശ ശതകത്തിലെയും വരികളും കുമാരനാശാന്റെ കവിതകളും നാടകത്തെ മനോഹരമായ അനുഭവമാക്കി മാറ്റുന്നു. വാർത്താസമ്മേളനത്തിൽ VM സജീവൻ, T വേണുഗോപാലൻ, MK മനോഹരൻ, OK കുറ്റിക്കോൽ, വിജയൻ മാച്ചേരി, പുല്ലായിക്കൊടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കല്യാശ്ശേരി വില്ലേജ് കമ്മിറ്റി നേതൃത്വത്തിൽ നെൽകൃഷി ഞാറുനടിയിൽ നടന്നു. കർഷക സംഘം ഉൽപാദന രംഗത്തേക്ക് മുദ്രാവാക്യമുയർത്തിയാണ് പനങ്ങാട്ടൂരിൽ ഞാറ് നട്ടത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി പുല്ലായിക്കൊടി ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KP മധു അധ്യക്ഷത വഹിച്ചു. AG വിജയൻ, C ബാലകൃഷ്ണൻ, B മുത്തുകൃഷ്ണൻ, T സഹദേവൻ, PV പ്രദീപ് കുമാർ, A രാജേഷ്, MT രുക്മിണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കൊളച്ചേരി കാവുഞ്ചാൽ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പുത്തരി മഹോത്സവം സമാപിച്ചു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. വൈകുന്നേരം 3 മണിയോടെ മലയിറക്കൽ ചടങ്ങ് നടന്നു. 5 മണിയോടെ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടി. നിരവധി പേരാണ് പുത്തരി മഹോത്സവത്തിന് എത്തിയത്. മടങ്ങുവാൻ തോന്നാതെ നിന്നു ഞാൻ, മതി
മതിവരാതിന്നും വണങ്ങി നിന്നു പറയുവാനാവാതെ നിന്നു നൊമ്പരം പറശ്ശിനി മുത്തപ്പനറിഞ്ഞു. തുടർന്ന് പ്രസാദ സദ്യയും ഉണ്ടായി. മടങ്ങുവാൻ തോന്നാതെ നിന്നു ഞാൻ മതിവരാതിന്നും വണങ്ങി നിന്നു. രാത്രി 10 മണിയോടെ പുത്തരി മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. ലളിതഗാന ശാഖയെ പരിപോഷിപ്പിക്കുന്നതിനായി ഉത്തര കേരളത്തിലെ കലാ പരിശീലന കേന്ദ്രമായ ലയം കലാക്ഷേത്രം കെ രാഘവൻ മാസ്റ്ററുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നു. ഗാനലയം അഖില കേരള ലളിതഗാന മത്സരത്തിലെ വിജയിക്കാണ് 25,000 രൂപയും രാഘവൻ മാസ്റ്റർ സ്മാരക ട്രോഫിയും നൽകുക. തെരഞ്ഞെടുക്കപ്പെട്ട 20 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. പല ഘട്ടങ്ങളിലായി 1 വർഷം നീളുന്നതാണ് മത്സരം. രാജൻ കരിവെള്ളൂരിന്റെ സംഗീത സംവിധാനത്തിൽ പി ജയചന്ദ്രൻ, ജി വേണുഗോപാലൻ, മധു ബാലകൃഷ്ണൻ, ബിജു നാരായണൻ, വി ടി മുരളി, ചെങ്ങന്നൂർ ശ്രീകുമാർ, സിത്താര, മഞ്ചരി, രാധിക തിലക്, ഗോപിക രാജീവ്, ശ്രീലയ രാജൻ എന്നിവർ പാടിയ 25 ഗാനങ്ങളടങ്ങിയ ഗാനലയം CD ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലെ ഗാനങ്ങളാണ് ആലപിക്കേണ്ടത്. പി കെ ഗോപി, പ്രഭാവർമ്മ, ഏഴാച്ചേരി രാമചന്ദ്രൻ, ഡോക്ടർ RC കരിപ്പത്ത്, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, CM വിനയചന്ദ്രൻ, MV ഷാജി എന്നിവർ രചിച്ചതാണ് ഗാനങ്ങൾ. ഒരു അഖില കേരള ലളിതഗാന മത്സരത്തിലൂടെ ഈ ലളിതഗാനം എന്ന ശാഖയെ കുറച്ചുകൂടി സജീവമാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി 25 പാട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പാട്ട് എഴുതിയിരിക്കുന്നത് വിവരങ്ങൾ റിലീസിലുണ്ട്. പി കെ ഗോപിയുണ്ട്, പ്രഭാവർമ്മയുണ്ട്, ഏഴാച്ചേരിയുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ എഴുതിയ പാട്ടുകളാണ്. അത് പാടിയിരിക്കുന്നത് ജയചന്ദ്രൻ മുതൽ ഇങ്ങോട്ട്. ജയചന്ദ്രനുണ്ട്, വേണുഗോപാലുണ്ട്, ചെങ്ങന്നൂർ ശ്രീകുമാറുണ്ട്, അതുപോലെ സിതാര, മഞ്ചരി, ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ. കേരളത്തിലെ ഒരുവിധം പ്രശസ്തരായ ഗായകരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. പ്രാഥമിക മത്സരം ഫോൺ ഇൻ പ്രോഗ്രാമാണ്. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും പങ്കെടുക്കാം. ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തുടർന്നുള്ള ഘട്ടങ്ങളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9496916373, 9388212268 നമ്പറുകളിൽ ബന്ധപ്പെടണം. വാർത്താ സമ്മേളനത്തിൽ രാജൻ കരിവെള്ളൂർ, ചെങ്ങന്നൂർ ശ്രീകുമാർ, സുധീർ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം വധക്കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി ചൊവ്വാഴ്ച പയ്യന്നൂരിൽ നടത്തുന്ന ഹർത്താലിനോടനുബന്ധിച്ച് വാഹനങ്ങളെ തടയുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ബസ് ഉടമകൾ. സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും ഉടമകൾ. മതേതര കേരളം, അക്രമരഹിത കേരളം, ലഹരി വിമുക്ത കേരളം, വികസിത കേരളം മുദ്രാവാക്യമുയർത്തി KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് ചൊവ്വാഴ്ച തുടക്കം. യാത്ര ബുധനാഴ്ച ജില്ലയിലെത്തും. ജില്ലയിൽ 11 സ്വീകരണ കേന്ദ്രങ്ങൾ. ഓട്ടോറിക്ഷയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വായാട് തിരുവട്ടൂർ സയ്യിദ് മദനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് തളിപ്പറമ്പ് DYSPക്ക് പരാതി. നിവേദനം നൽകിയത് തപസ്യ സ്വയം സഹായ സംഘം. ബംഗാളിൽ പാർട്ടി പിന്നോക്കം പോയതും കേരളത്തിൽ മുന്നോക്കം പോവാത്തതും ഗൌരവമായി ചർച്ച ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.